വെള്ളാപ്പള്ളി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചേറ്റുന്ന നാക്കിനുടമയാണെന്ന് പിണറായി വിജയൻ. കേസും ഖേദപ്രകടനവും തമ്മിൽ ബന്ധമില്ല. വെള്ളാപ്പള്ളിയുടെ ഇത്തരം പ്രസ്താവനകൾ ആദ്യമല്ലെന്നും അധപതനം തിരിച്ചറിഞ്ഞാണ് ഖേദപ്രകടനമെങ്കിൽ അത് നല്ലതാണെന്നും പിണറായി പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിപ്പോയി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു തിരിച്ചറിവ് തന്നെയാണ്. പക്ഷേ ആദ്യമായിട്ടാണോ വെള്ളാപ്പള്ളി ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത്? നമ്മുടെ കേരളത്തിൽ ദീർഘകാലമായി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിൻ്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത്. അത് സാധാരണഗതിയിൽ ഒരു വർഗീയവാദിക്ക് മാത്രമേ ആ രീതിയിൽ സംസാരിക്കാനാവൂ. തനിക്ക് വന്ന അധപ്പതനം തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമാണ് ഖേദപ്രകടനമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റേതുമാണെങ്കിൽ, ഈ അധപ്പതനമെല്ലാം സംഭവിച്ചതാണെങ്കിലും നമുക്കതിനെ സ്വാഗതം ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിണറായി പറഞ്ഞ കാര്യങ്ങളുടെ വിവരങ്ങളുമായി സാലി മുഹമ്മദ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. സാലി, വർഗീയ വിഷം ചീറ്റുന്ന രീതിയിലുള്ള പരാമർശം, വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ പലയിടത്തുനിന്നും ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് പിണറായിയുടെ ഇന്നത്തെ ഈ വാക്കുകൾ. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ പറഞ്ഞത്? ഈ വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി ഖേദപ്രകടനം നടത്തി എന്ന വാർത്ത വന്നത് മാധ്യമങ്ങൾ പിണറായി വിജയനോട് ചൂണ്ടിക്കാണിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലായെങ്കിൽ അത് നല്ല ഒരു തിരിച്ചറിവ് തന്നെയാണ് എന്നാണ് പിണറായി പറഞ്ഞത്. പക്ഷേ ആദ്യമായല്ല വെള്ളാപ്പള്ളി ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത്. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന നാക്കിനുടമയാണ് വെള്ളാപ്പള്ളി. ഏതായാലും തനിക്ക് വന്ന അധപതനം തിരിച്ചറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഖേദപ്രകടനം നടത്തിയിട്ടുള്ളതെങ്കിൽ അത് നല്ലത് എന്നും പിണറായി പറഞ്ഞു. വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാനുള്ള നിരന്തര ശ്രമമാണ് വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഖേദപ്രകടനവും കേസും തമ്മിൽ ബന്ധമില്ല. അത് ഈ ഖേദപ്രകടനം കൊണ്ട് എടുത്ത കേസ് പിൻവലിക്കേണ്ട കാര്യവുമില്ല എന്നാണ് പിണറായി പറഞ്ഞത്.